കൂലിക്കുന്നവർ അലിയടക്കം 4 സ്വഹാബാക്കളെ കൊല്ലാൻ തീരുമാനിച്ചു. 4 സ്വഹാബാക്കൾ. ഒന്നാമത്തത് അലിയിനെയാണ്. അലി രാവിലെ സുബഹിക്ക് വേണ്ടി കൂഫയിലെ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ഒരു ക്രൂരൻ വിഷമൂട്ടപ്പെട്ട കൊടുവാൾ ഉപയോഗിച്ച് അലിയിനെ കുത്തി കീറി കൊന്നുകളഞ്ഞു. ആര്? ജൂതനോ, നസാറയോ, ഫാസിസ്റ്റുകളോ, സയണിസ്റ്റുകളോ, കമ്മ്യൂണിസ്റ്റുകളോ അല്ല. ഈ ഉമ്മത്തിൽ ഖുറൂജിയത്തുണ്ടാക്കാൻ മെനക്കെട്ട തരീഖത്തിന്റെ അഹ്ലുകാർ, അവരാണ് ഇമാം തന്നെ കൊന്നത്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വെച്ചുകൊണ്ട് അനുകൂലികൾ ജാറമുണ്ടാക്കി. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ പൂർണ്ണമായ സൂഫി തരീഖത്ത് നിലവിൽ വന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമത്തെ കുത്തുബിയത്ത് നിലവിൽ വന്നു. അതാണ് യാ ഇമാം യാ അലി കുത്തുബിയത്ത്. 1300 1200 കൊല്ലത്തെ പഴക്കമുണ്ട് യാ അലി കുത്തുബിയത്തിന്. നാം സമ്മതിക്കുന്നു. കുത്തുബിയത്തിന്റെ അഹ്ലുകാർ, റാത്തീബിന്റെ ആൾക്കാർ, നിങ്ങൾക്കാണ് പാരമ്പര്യം, ശരിയാണ്, നാം സമ്മതിക്കുന്നു. 1200 കൊല്ലത്തെ പാരമ്പര്യം കുത്തുബിയത്തിനുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമായ ഷഹാദ, ആ ഷഹാദയുടെ പുനർവായനക്ക് 100 ചില്ലാൻ കൊല്ലത്തിന്റെ പാരമ്പര്യമേ ഉള്ളൂ. നാം സമ്മതിച്ചിരുന്നു. 100 കൊല്ലത്തിനിപ്പുറത്താണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ എന്താണെന്ന് ലോകത്തുള്ള ജനം, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരള, കർണാടക, തമിഴ്നാട് മുതലായ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പാരമ്പര്യവാദികൾക്ക് തീർച്ചയായിട്ടും പാരമ്പര്യത്തിന് അഡ്രസ്സുണ്ട്. യാ ഇമാം യാ അലി കുത്തുബിയത്ത് നിലവിൽ വന്നു. എന്താണ് സംഭവം? നേരത്തെ സൂചിപ്പിച്ച വിഷയം, എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക എന്ന തൗഹീദി ദർശനം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ ജീവൻ, അതാണ് ഇസ്ലാമിന്റെ ആകത്തുക, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ്, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണം. എല്ലാ വിഷയത്തിലും അള്ളാഹനെ മാത്രം ഇടപെടിപ്പിക്കുക. മാത്രം എന്ന പ്രയോഗത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരും ആകാം എന്ന പ്രയോഗം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ വെച്ചുകൊണ്ടുള്ള തരീഖത്ത് കുത്തുബിയത്തിലൂടെ നടപ്പിലാക്കുകയായിരുന്നു. പാവപ്പെട്ട സാധാരണക്കാരൻ ശൈഖുകളെ സമീപിക്കും, പ്രശ്നങ്ങൾ അവരെ മുമ്പിൽ അവതരിപ്പിക്കും. ഒന്ന്, കടം വീടാതെ ബുദ്ധിമുട്ടുന്നവർ, രോഗം വന്ന് ബുദ്ധിമുട്ടുന്നവർ, പെൺകുട്ടികൾക്ക് പുതിയാപ്പിളിനെ കിട്ടാതെ വിഷമിക്കുന്നവർ, വീട് പൂർത്തിയാവാതെ വിഷമിക്കുന്നവർ, കച്ചവടത്തിന് ലാഭം കിട്ടാതെ വിഷമിക്കുന്നവർ, ഇവർ പുരോഹിതനോട് വന്നിട്ട് പരാതി പറയും. ആ സമയത്ത് ഷെയ്ഖ് അയാളോട് പറഞ്ഞു കൊടുക്കും, നമുക്കൊരു കുത്തുബിയത്ത് കഴിക്കാം, അതിനു വേണ്ടിയുള്ള വേദി ഒരുക്കി. അള്ളാഹുമായി നേരിട്ടിടപെട്ടാൽ നമ്മളെ കാര്യം നടന്നോളണമെന്നില്ല. നാം അത്ര പൂർണ്ണമല്ല, നാം അത്ര യോഗ്യരല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ ഇടക്ക് നിർത്തലാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് അലിയാണ് ഇപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം അബൂബക്കറിന് ആ സ്ഥാനം കിട്ടിയിട്ടില്ല, ഉമറിന് ആ സ്ഥാനം കിട്ടിയിട്ടില്ല, ഉസ്മാൻ ആ സ്ഥാനം കിട്ടിയിട്ടില്ല. അലിക്കാണ് ആ സ്ഥാനം അല്ലാഹ് കൊടുത്തത്. അള്ളാഹു അലിയിലൂടെയാണ് കാര്യങ്ങൾ നടത്തുക. അബൂബക്കർ സിദ്ദീഖ് അദീ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. ഖത്താബിന്റെ മകൻ അബൂബക്കർ സിദ്ദീഖ് ഉമയ്യത്ത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഉമർ അദീ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഉസ്മാൻ അമവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അലിയാണ് ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആള്. അതുകൊണ്ട് അല്ലാഹ് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് നേർക്ക് നേരെ അലിയിലാണ് അവതരിക്കുക. അലിയെ പറഞ്ഞാലേ അല്ലാഹ് കേൾക്കുള്ളൂ, അലിയിനെ വിളിച്ചാലേ അല്ലാഹ് തരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു ശുദ്ധമായ സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം ഒരു മുറി വൃത്തിയാക്കി അതിലൊരു തുണി വിരിച്ച് അതിൽ ഗോതമ്പിന്റെ പൊടി വിതറും. എന്നിട്ട് ഷെയ്ഖും അനുയായികളും എത്തും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുട്ടുള്ള മുറിയിലേക്ക് പ്രവേശിക്കും. വാതിലടച്ച് അവർ അലിയെ വിളിക്കാൻ തുടങ്ങും. യാ ഇമാം യാ അലി, യാ ഇമാം യാ അലി. ഇതാണ് ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ആദ്യത്തെ കുത്തുബിയത്ത്. ഒരു 100, 200, 1000, 500 പ്രാവശ്യം ഈ ഷെയ്ഖ് മുരീദുമാരും വിളിച്ചു കൊടുക്കും. നിശ്ചിത സമയത്തിന് ശേഷം കുത്തുബിയത്ത് അവസാനിക്കും.
വെളിച്ചം വരും, ലൈറ്റ് കത്തിക്കും. അപ്പോൾ വിതറിയ ഗോതമ്പിന്റെ പൊടിയിൽ കാൽപ്പെരുമാറ്റം കാണാം. രാത്രി വിളിച്ചു കൊടുക്കുമ്പോൾ ഷെയ്ഖ് അങ്ങോട്ടിങ്ങോട്ടും നടക്കുമ്പോഴുള്ള കാലിന്റെ അടയാളം. വീട്ടുകാരനെ വിളിച്ചിട്ട് പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂഫി തരീഖത്ത് സമൂഹത്തെ അരപ്പിരാന്തന്മാരാക്കി നിർത്തുമെന്ന്. ആ പിരാന്തന്മാരോട് അലി ഹാജരായി അലിയുടെ കാൽപാദമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഈ രീതിയിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആരാധനാമൂർത്തിയാക്കി ആ കാലഘട്ടത്തിലെ ജൂതന്റെ ഏജൻസിയായ തരീഖത്തുകാര്. നാളുകൾ മുന്നോട്ട് പോയി, ചരിത്രം മുന്നോട്ട് പോയി. ആ തരീഖത്തുകാർ രണ്ടായിട്ട് പിളർന്നു. ഒന്ന്, അലി തരീഖത്തിൽ തീവ്രതയില്ല എന്നും പറഞ്ഞ് തീവ്രമായ തരീഖത്തുണ്ടാക്കി. അപ്പോഴേക്കും കർബലയിൽ ഹുസൈൻ രക്തസാക്ഷിയായി. അലിയിൽ നിന്ന് അവതാരം ഹുസൈനിലേക്ക് നീങ്ങി എന്ന സങ്കല്പം അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ ഹുസൈൻ ഈ തരീഖത്ത് നിലവിൽ വന്നു. ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആലയുടെ പേരിൽ നടത്തിയ കുത്തുബിയത്തിൽ സിവിൽ രീതിയേ ഉള്ളൂ, തീവ്രവാദികൾക്ക് രക്തം കണ്ടാലേ അടങ്ങുള്ളൂ. അങ്ങനെ ഹുസൈനിയ തരീഖത്തുകാരാണ് ചരിത്രത്തിൽ ആദ്യത്തെ റാത്തീബ് നിലവിൽ കൊണ്ടുവന്നത്. അതിനാണ് കുത്ത് റാത്തീബ് എന്ന് പറയുന്നത്. ആൾക്കാർ കൂടുക, കൊടുവാളും കത്തിയും കുന്തവും കയ്യിലേന്തുക, എന്നിട്ട് ഖുർആൻ ഷരീഫിൽ നിന്ന് കുറെ ആയത്തുകൾ ഓതുക, നബിതങ്ങൾക്ക് കുറെ സ്വലാത്തുകൾ ചൊല്ലുക, എന്നിട്ട് യാ ഹുസൈൻ എന്ന് വിളിച്ച് കൊടലിന് കുത്തുക. ഇതാണ് കുത്റാത്തീബ്. പരിചയം കാണും നിങ്ങൾക്ക്. കർണാടകക്കാർക്ക് പരിചയമില്ലാത്ത കുത്റാത്തീബും കത്തിവത്തും ഉണ്ടോ? അങ്ങനെ ഹുസൈനിയ കുത്റാത്തീബ് കുത്തും മുറിയുമായിട്ട് മുന്നോട്ട് പോയി. കാലങ്ങൾ കുറെ സഞ്ചരിച്ചു. 15-ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം അരങ്ങേറി. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുരിശ് വിപ്ലവം വിജയിച്ചു. മുസ്ലിമീങ്ങൾ പരാജിതരായി. ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ യൂറോപ്പ് കോളനികളാക്കി. ക്രിസ്ത്യൻ മിഷണറി ഭൂലോകം മുഴുവനും ഷഹാദത്ത് തിരിച്ചു വരാത്ത രീതിയിൽ വലവീശി. അങ്ങനെ കേരളമടക്കമുള്ള രാജ്യത്ത് ജീവിക്കുന്ന ഉലമാക്കൾക്ക് തിരിച്ചറിവുണ്ടായി. യാ ഇമാം യാ അലി കുത്തുബിയത്ത് ഷീഇയ്യത്തിൻ്റെതാണ്, അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുമായി ബന്ധമില്ല. യാ ഇമാം യാ ഹുസൈൻ കുത്റാത്തീബ് ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ബന്ധമില്ല. ഈ രീതിയിൽ ഈ സമ്പ്രദായങ്ങൾക്കെതിരായി ശബ്ദമുയരാൻ തുടങ്ങി, ഉലമാക്കൾ രംഗത്ത് വരാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ 1924 ഈ ചിന്താഗതിക്കാരായ സെലഫി പശർമയുള്ള ഇത്തരം കാര്യങ്ങൾ ഷീഇയ്യത്തിൻ്റെതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിനെ മാത്രം വിളിക്കുക, അള്ളാഹിനെ മാത്രം ഇടപെടിപ്പിക്കുക. അത് അടുക്കളക്കാര്യമായാലും അങ്ങാടക്കാര്യമായാലും ഷീഇയ്യത്താണ് അള്ളാഹു അല്ലാത്ത മഹാന്മാരെ ഇടപെടിപ്പിക്കാൻ വേണ്ടി ശീലിപ്പിച്ചത്. അതുകൊണ്ട് തികച്ചും അത് സുന്നത്ത് ജമാഅത്തിനെതിരാണ് എന്ന ചിന്താഗതി സാധാരണക്കാരനുണ്ടാക്കി കൊടുക്കാൻ അവർ ഉലമാക്കൾ സംഘടിച്ചു. ആ സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. 1 വർഷം 2 വർഷം മുന്നോട്ട് പോയി. ഷീഇയ്യത്തിന്റെ തീവ്രതയുള്ള പണ്ഡിതന്മാർക്ക് ഈ പറയപ്പെട്ട കുത്റാത്തീബ് കുത്തുബിയത്തിന് എതിരായിട്ട് ഈ സംഘടന എടുത്ത പ്രമേയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഗ്രൂപ്പായി തിരിഞ്ഞുപോയി. അവർ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഷീഇയ്യത്തിന്റെ പാരമ്പര്യം നാട്ടിനെ നിലനിർത്താൻ എന്നോണം രംഗത്തിറങ്ങി. അതിൽ കാലഹരണപ്പെട്ടുപോയ യാ ഇമാം യാ അലി കുത്തുബിയത്തിന് പകരം ഒരു കുത്തുബിയത്ത് വേണം. യാ ഹുസൈൻ കുത്റാത്തീബിന് പകരം ഒരു കുത്റാത്തീബും വേണം. എന്താ ചെയ്തത്? 200 കൊല്ലം മുമ്പ് മദ്രാസിലെ കായൽ പട്ടണത്ത് താമസിക്കുന്ന സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന ഷീഈ മൊല്ല രചിച്ച ഒരു കാവ്യമാണ് യാ മുഹിയുദ്ദീൻ യാ ഗൗസി യാ മുഹിയുദ്ദീൻ കുത്തുബിയത്ത്. കാലഹരണപ്പെട്ടുപോയ യാ ഇമാം യാ അലി കുത്തുബിയത്തിന് പകരം അഹ്ലുസുന്നത്തിൻ്റെതെന്ന കപടമായ പ്രചരണത്തോടെ യാ ഗൗസി യാ മുഹിയുദ്ദീൻ കുത്തുബിയത്ത് നടപ്പിൽ വന്നു. ഇതാണ് യാ ഗൗസി യാ മുഹിയുദ്ദീൻ കുത്തുബിയത്തിന്റെ തുടക്കം. ചുരുങ്ങിയത് 150 കൊല്ലം മുമ്പ്. നാം ആലോചിക്കണം, ഈ കുത്തുബിയത്തിന്റെ പാരമ്പര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടാണോ അതോ ഷീഇയ്യത്തിനോടാണോ? യാ ഗൗസി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ച് കാര്യലബ്ധിക്ക് വേണ്ടി
ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന ബന്ധം അഷ്റഫുൽ ഖൽഖുമായിട്ടാണോ, അബൂബക്കർ സിദ്ദീഖുമായിട്ടാണോ, ഉമറുൽ ഫാറൂഖുമായിട്ടാണോ, ഉസ്മാൻ ദിന്നൂറൈനിയുമായിട്ടാണോ, അലിയുൽ മുർത്തളയുമായിട്ടാണോ, ഇമാം അബൂ ഹനീഫയുമായിട്ടാണോ, ഇമാം ഷാഫിയുമായിട്ടാണോ, ഇമാം അഹ്മദ് ഹംബലുമായിട്ടാണോ, ഇമാം മാലിക് ഇബ്നു അനസുമായിട്ടാണോ, അബ്ദുൽ ഖാദിർ ജീലാനിയുമായിട്ടാണോ, അതോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുമായിട്ടാണോ, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബുമായിട്ടാണോ? ഈ അഹ്ലുസുന്നത്തിന്റെ പാരമ്പര്യത്തിൽ എപ്പോഴെങ്കിലും യാ ഗൗസിയ മുഹ്യിദ്ദീനെ കൊള്ളിക്കാൻ പറ്റുമോ? അതോ യാ ഗൗസിയ മുഹ്യിദ്ദീൻ എന്ന ഖുത്ബിയത്തിന്റെ പാരമ്പര്യ ബന്ധം യാ ഇമാം യാ അലി എന്ന ഖുത്ബിയത്തോടാണോ? എങ്കിൽ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റേതാണോ അതോ ശീഇയ്യത്തിന്റേതാണോ? തിരിച്ചറിയാൻ പ്രയാസമില്ല, മനസ്സിലാക്കാനും പ്രയാസമില്ല. അല്പ ബുദ്ധി ഉപയോഗിക്കണമെന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂഫി തരീക്കത്തുകൾക്ക് തീരെ എഴുതി കൊടുത്ത തലച്ചോറുകൾക്കകത്ത് ഇത് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ശരി, പുതിയ നൂറ്റാണ്ടിൽ ഇത് ഉമ്മത്ത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ഉമ്മത്ത് ഉലമാക്കളും ഉമറാക്കളും നാട്ടിലെ കാരണവന്മാരും വേണ്ടപ്പെട്ടവരും ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇല്ലേ ഒരുപാട് നോവേണ്ടി വരും ഈ സമുദായം. ബഹുമാനമുള്ള കൂട്ടരെ, അത് കഴിഞ്ഞ് 1980-കളിൽ അത് പിളർന്നു. നേരത്തെ പിളർന്നതുപോലെ അതിൽ ശീഇയ്യത്തിന് തീവ്രതയില്ല, തരീഖത്തിന് തീവ്രതയില്ല. മറ്റു പലരുമായിട്ടും ഒരു കൂടിക്കലരുന്നു. അതിന് കാരണമുണ്ട്. ശരീഅത്ത് സംവാദത്തുമായി ബന്ധപ്പെട്ട് അബുൽ ഹസൻ അലി നദവി ശരീഅത്ത് സംരക്ഷണ സമിതി ഉണ്ടാക്കി കർണാടകത്തിലൂടെ മംഗലാപുരം വഴി കേരളത്തിൽ പ്രവേശിച്ചു. കേരളത്തിൽ പ്രവേശിച്ചപ്പോൾ ആ സംഘത്തെ സ്വീകരിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കേരള നേതൃത്വ മുജാഹിദീന്റെ പ്രസിഡന്റ് എ പി അബ്ദുൽ ഖാദർ മൗലവി, ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ കെ സി അബ്ദുള്ള മൗലവി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, കേരളത്തിൽ അറിയപ്പെട്ട സംഘടനകൾ മുഴുവനും ആ സംഘത്തിന് സ്വീകരണം കൊടുക്കുകയും കോഴിക്കോട് സ്റ്റേജിൽ ഈ പറയപ്പെട്ട സംഘടനകളെല്ലാം കൂടിയിരിക്കുകയും ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ ശീഇയ്യത്തിൽ തീവ്രതയുള്ളവർക്കത് സഹിച്ചില്ല. അവർ വഹാബികൾ ഒന്നിച്ച് ഇ കെ ഉസ്താദ് ഇരുന്നു എന്നും പറഞ്ഞ് പുതിയ ശീഇ സംവിധാനം 85-ലുണ്ടായി. എന്തേത് കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലെ സലഫിയ്യത്തിന്റെ പശർമയുള്ള പണ്ഡിതന്മാർ ഒന്നിച്ചിരിക്കുന്നതിന് തടസ്സം കണ്ടെത്തിയില്ല. ശരീഅത്ത് സംവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സമ്മേളനത്തിൽ ഇവർ ഒന്നിച്ചിരുന്നപ്പോൾ അതിന്റെ എതിർപക്ഷത്ത് നിന്നാളെ അനുയായികളെ പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തു. വഹാബികൾ ഒന്നിച്ചിരുന്നു ഇ കെ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒന്നിച്ചിരുന്നു ഇ കെ, തബ്ലീഗുകാർ ഒന്നിച്ചിരുന്നു ഇ കെ. അതുകൊണ്ട് അത് സുന്നിയത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് നമുക്ക് വേറെ പോകാമെന്നും പറഞ്ഞ് 1985-ൽ ഹറൂരി ഷിയാക്കൾ നിലവിൽ വന്നു. തീവ്രവാദികളായ ഷിയാക്കൾ നിലവിൽ വന്നു. ഇന്ന് ഇറാൻ മുതൽ ഡൽഹി വഴി കാരന്തൂർ വരെ നീണ്ടു പരന്ന് കിടക്കുന്ന ഹറൂരി ഷിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നടന്നത് അന്നാണ്. അവർ യാ ഗൗസിയ മുഹ്യിദ്ദീൻ എന്ന സിവിൽ കുത്തുബിയത്തിന് തീവ്രതയില്ലെന്നും പറഞ്ഞ് കുത്റാത്തീബ് അതിനു വേണ്ടിയിട്ടൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി. അഹ്മദുൽ കബീർ റിഫായി എന്ന പേരിൽ പുതിയ തരീഖത്തുണ്ടായി. ആ തരീഖത്തിന്റെ അഡ്രസ്സിൽ കുത്റാത്തീബ് നിലവിൽ വന്നു. ഇന്ന് കർണാടകത്തിൽ നിർലോഭം ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ കാണാം നിങ്ങൾക്ക് പോസ്റ്ററുകൾ. റിഫായി അനുസ്മരണവും കുത്റാത്തീബും ആരെ വകയാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വകയോ? ഈ കുത്തുബിയത്തിനും കുത്റാത്തീബിനും പാരമ്പര്യം ആരുമായിട്ടാണ്? യാ ഗൗസിയ മുഹ്യിദ്ദീൻ കുത്തുബിയത്തിന്റെ പാരമ്പര്യം യാ ഇമാം യാ അലി എന്ന ശീഇ കുത്തുബിയത്തുമായിട്ടാണ്. യാ അഹ്മദ് അൽ കബീർ റിഫായി എന്ന പേരിൽ കുത്റാത്തീബിന്റെ പാരമ്പര്യം യാ ഹുസൈൻ എന്ന ശീഇ കുത്റാത്തീബുമായിട്ടാണ്. അങ്ങനെ ജൂതന്റെ നേതൃത്വത്തിൽ
ഏതാണ്ട് 1100 കൊല്ലം മുമ്പ് നടപ്പിൽ വന്ന ശീഈയത്തിന്റെ പിടുത്തത്തില് ഭൂലോകം മുഴുവനും ഞെരിഞ്ഞമരുകയും സകലമാന ഫാസിസ്റ്റ് സയന്റിസ്റ്റ് ചിന്താഗതിക്കാരോടൊപ്പം സ്റ്റേജുകൾ പങ്കിട്ട് മഹാഭൂരിപക്ഷം നിങ്ങളോടൊപ്പമാണെന്ന് വരുത്തി തീർത്ത് ശീഈയത്തും സൂഫിയത്തും രാഷ്ട്രീയത്തിന്റെ അപകടകരമായ വാതില് കടക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ സലഫിയത്തിന്റെ പ്രബോധനങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കണം, ഉലമാക്കൾ മനസ്സിലാക്കണം, ഉമറാക്കൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ താലിബിനെ പോലെ സ്ഥാനമാനങ്ങളുള്ളവർ, മാന്യതയുള്ളവർ, നാട്ടിന്റെ ഉയർന്ന ദർജകൾ അംഗീകരിക്കുന്നവർ, അനുഭവിക്കുന്നവർ, നാട്ടിലെ വലിയ വലിയ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളിപ്പോൾ അബൂ താലിബിന്റെ സ്ഥാനത്താണ്, അബൂ താലിബിന്റെ ദർജയിലാണ്, അബൂ താലിബിന്റെ മർത്തബയിലാണ്. നാട്ടുകാരെ മുഴുവനും നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, നാട്ടുകാരെ മുഴുവനും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, നാട്ടുകാരെ മുഴുവനും നിങ്ങളെ ആദരിക്കുന്നുണ്ട്, നാട്ടുകാരെ മുഴുവനും നിങ്ങളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, നാട്ടുകാരെ മുഴുവനും നിങ്ങളെ കണ്ടാൽ മടക്കി കുത്തഴിക്കുന്നുണ്ട്. അതെ, ഒരു കാലഘട്ടത്തിൽ അബൂ താലിബ് അങ്ങനെയായിരുന്നു. അബൂ താലിബ് നാട്ടിലേക്ക് ഇറങ്ങിയാൽ എഴുന്നേറ്റ് നിൽക്കാത്ത ഖുറൈശിയിൽ ഒരു വ്യക്തിയുമില്ല, ആദരിക്കാത്തവരില്ല, ബഹുമാനിക്കാത്തവരില്ല. അതേപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തെ നയിക്കുന്ന ഉലമാക്കളും ഉമറാക്കളും മനസ്സിലാക്കണം, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ്, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരാണ്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാണ്, മദ്യം തൊട്ടിട്ടില്ലാത്തവരാണ്, പലിശ തീണ്ടിയിട്ടില്ലാത്തവരാണ്, ചൂതാട്ടവുമായി അടുത്തിട്ടില്ലാത്തവരാണ്. അതെ, അബൂ താലിബും അങ്ങനെ തന്നെയായിരുന്നു. കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരുന്നു, കൃത്യമായി നോമ്പ് നോക്കുന്ന ആളായിരുന്നു, കൃത്യമായി സക്കാത്തും സദക്കയും ചെയ്യുന്നവരായിരുന്നു, കൃത്യമായി മസ്ജിദുൽ ഹറാമിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന ആളായിരുന്നു, കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെല്ലുന്ന ആളായിരുന്നു. ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച്, ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് ഒട്ടും കുറവായിരുന്നില്ല. അതെ, ഇന്ന് നാട് ഭരിക്കുന്ന, മഹല്ല് ഭരിക്കുന്നവർ, ഉലമാക്കൾ, ഉമറാക്കൾ കൃത്യമായി ഹലാല് ഹറാമുകളെ തിരിച്ചറിയുന്നവരാണ്, ഹലാൽ എന്താണെന്നും ഹറാം എന്താണെന്നും വ്യക്തമാക്കുന്നവരാണ്. അബൂ താലിബ് ഒട്ടും കുറവായിരുന്നില്ല. ഹലാൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് അബൂ താലിബ്, ഹറാം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് അബൂ താലിബ്. അതേപോലെ തന്നെ ആധുനിക സമൂഹത്തിലെ മഹല്ലുകൾ ഭരിക്കുന്ന ഉമറാവുലാക്കൾ നാട് ഭരിക്കുമ്പോൾ, പള്ളി കൈകാര്യം ചെയ്യുമ്പോൾ, മദ്രസ കൈകാര്യം ചെയ്യുമ്പോൾ, അതേപോലെ അറബിക് കോളേജുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പലിശക്കാരൻ്റെ അടുത്തുനിന്ന് കാശ് വാങ്ങൂല, കള്ള് കച്ചവടക്കാരടുത്തുനിന്ന് കാശ് വാങ്ങൂല, ലോട്ടറിക്കാരടുത്ത് കാശ് വാങ്ങൂല. അന്ന് അബൂ താലിബിന്റെയും അബൂ ജഹലിന്റെയും കാലം അങ്ങനെയായിരുന്നു. കഅബാലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പലിശക്കാരടുത്തുനിന്ന് ഒരു ദീനാർ അവർ വാങ്ങിയിട്ടില്ല, കള്ള് കച്ചവടക്കാരടുത്തുനിന്ന് ഒരു ദിർഹം അവർ വാങ്ങിയിട്ടില്ല. ഒട്ടകം, ഈത്തപ്പനം, മുന്തിരി കൃഷി, അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് കഅബാലയത്തിന്റെ പുനർനിർമ്മാണം അന്ന് നടന്നത്. അത്തരം കൃത്യമായി ഹറാം ഹലാലുകളെ അള്ളാന്റെ കാര്യത്തിൽ സൂക്ഷിക്കുന്നവരായിരുന്നു. വ്യക്തിപരമായ കാര്യത്തിൽ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് ആധുനിക സമൂഹത്തിലെ നേതൃത്വം, ഉലമാക്കളടക്കം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നവർ, ബാങ്കിൽ നിന്ന് പലിശക്ക് പൈസ വാങ്ങിയിട്ട് മറ്റാവശ്യങ്ങൾ തീർക്കുന്നവർ, ഇന്നത്തെ ഉമ്മത്തി നേതൃത്വത്തിന്റെ ഉലമാവും ഉമറാവും അതിൽ സമന്മാരാണ് മഹാഭൂരിപക്ഷവും. അന്നത്തെ ഖുറൈശികൾ സ്വന്തം കാര്യത്തിൽ പലിശക്ക് വാങ്ങുന്നവരാണ്, പലിശ കൊടുക്കുന്നവരാണ്, മദ്യപിക്കുന്നവരാണ്, മദ്യപിക്കുന്നവരുമായി കൂട്ടുകൂടുന്നവരാണ്. ഇന്നത്തെയും അന്നത്തെയും ഒരു പഠനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്തി വെച്ചിരിക്കുന്നത്. ഇതിനെതിരായി ഒരു രേഖ ഹാജരാക്കാൻ ചരിത്രമറിയുന്നവർക്ക് കഴിയില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയം എന്താണ്? ഇതുകൊണ്ടൊന്നും അബൂ താലിബ് സ്വർഗത്തിൽ പോവുകയില്ല, അബൂ താലിബ് കാലാകാലം നരകത്തിലാണ്. എന്തുകൊണ്ട്? ഷഹാദത്ത് ഏറ്റെടുക്കാൻ അബൂ താലിബ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്ത്
പള്ളി മദ്രസകളും മഹല്ലി സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നവർ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ അടിസ്ഥാന പ്രമാണമാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അബൂ താലിബിന്റെ അതേ ഗതിയാണ് വർത്തമാനകാല പാരമ്പര്യ മുസ്ലിമുകൾക്ക് വരാനിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണമെന്നതാണ് നമ്മുടെ ദഅവത്ത്. അതാണ് നമ്മുടെ പ്രബോധനം. അതാണ് നാം ലോകത്തെ അറിയിക്കുന്നത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെടണം, മിമ്പറുകളിൽ ചർച്ച ചെയ്യപ്പെടണം, മെഹ്റാബുകളിൽ ചർച്ച ചെയ്യപ്പെടണം. എന്താണ് മദ്രസകളിൽ ഒന്നാം തരം മുതൽ തന്നെ ഷഹാദത്ത് വിശദമായി പഠിപ്പിക്കപ്പെടണം. എന്താണ് ഷഹാദ? ഷഹാദ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം കരാറാണ്, ഉടമ്പടിയാണ്. അള്ളാഹുവുമായി അടിമകൾ നടത്തുന്ന കരാറിന്റെ പേരാണ് ഷഹാദ. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത്. അള്ളാഹുവും അടിമകളും തമ്മിൽ നടന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ അള്ളാഹു തആല അനുവദിക്കുന്നത്. ആ കരാറ് 100% തിരസ്കരിക്കപ്പെടുകയും ദുർബലപ്പെടുകയും ചെയ്യുന്ന അന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കും. അള്ളാഹു ഈ ദുനിയാവിനെ ബാക്കി വെക്കുന്നത്, ഈ ദുനിയാവിനെ അള്ളാഹു സംരക്ഷിക്കുന്നത് ഷഹാദത്ത് ലോകത്ത് നിലവിലുള്ളത് കൊണ്ടാണ്. ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിലെങ്കിലും അവസാനത്തെ വ്യക്തിയിൽ നിന്ന് ഷഹാദത്ത് എടുത്തു കളയുന്ന അന്ന് ഈ ഭൂമിന്റെ ആയുസ് അവസാനിച്ചിരിക്കും. അന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കും. എന്താണ് ഷഹാദ? എന്താണ് ഈ കരാർ? ഒന്നാമത്തെ കരാറ് അള്ളാഹു അടിമകൾക്ക് നടത്തുന്ന കരാറാണ്. അള്ളാഹു നമ്മളോടൊരു കരാറിലാണ്, അള്ളാഹു നമ്മളോട് ഒരു ഉടമ്പടിയിലാണ്, അള്ളാഹു നമ്മളുമായിട്ടൊരു കരാറിലാണ് നമ്മളിവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എന്നാണ് അള്ളാഹിന്റെ കരാർ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കരാറിനെ പറ്റി ആലോചിക്കാം. അള്ളാഹ് ഇങ്ങോട്ടൊരു കരാർ തന്നിട്ടുണ്ട്, അള്ളാഹു ഇങ്ങോട്ടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നമ്മളോട് ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഉറപ്പിനെ പറ്റി ചിന്തിക്കാം. ഇങ്ങോട്ട് തന്ന ഉറപ്പ് എന്താണ്? അള്ളാഹ് ഇങ്ങോട്ട് തന്ന ഷഹാദത്ത് എന്താണ്? ശ്രദ്ധിച്ചോളിൻ, സൂറത്തു ആലി ഇംറാൻ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു അക്ബർ. ഇത് ഉമ്മത്തിന്റെ മുമ്പിലാണ് സൂറത്തു ആലി ഇംറാൻ. ഇത് ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രം അള്ളാഹ് കൊടുത്തിട്ട് ക്യാൻസലാക്കിയതല്ല. ലോകാവസാനം വരെ നിലനിൽക്കുന്ന അള്ളാഹ് സൃഷ്ടിച്ച് താറ്റിപ്പോറ്റി ഭൂമിയിൽ വളർത്തുന്ന മനുഷ്യ സമൂഹത്തോട് അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്. മുസ്ലിമീങ്ങളോട്, ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, ജൂതരോട്, മജൂസിയരോട്, നിരീശ്വരവാദികളോട്, ആദമിന്റെ മക്കളാവാൻ സൗഭാഗ്യം ലഭിച്ച സകലരോടും അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്, അള്ളാഹ് ചെയ്യുന്ന കരാറാണ്. എത്ര ശക്തമാണ് ആ കരാർ, എത്ര ശക്തമാണ് അള്ളാഹ് നമുക്ക് തന്ന ഉറപ്പ്. എന്താണ് ആ കരാർ? ഷഹിദല്ലാഹ്, അള്ളാഹ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു, അള്ളാഹു ഉടമ്പടി ചെയ്തിരിക്കുന്നു, അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത്? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലാഹു ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലാഹു. നിങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ മക്കളെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളുടെ രോഗത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ അടുക്കളക്കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ അങ്ങാടിക്കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളുടെ അന്താരാഷ്ട്ര കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ സാമ്പത്തിക കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ കാർഷിക കാര്യത്തിൽ ഇടപെടാൻ, നിങ്ങളെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടാൻ യോഗ്യതയുള്ളവൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, പേടിക്കണ്ട, ധൈര്യമായി ഭൂമിയിൽ ജീവിച്ചോളൂ, നിങ്ങളെ കാര്യം നടത്തിത്തരാമെന്ന് ഞാൻ ഏറ്റിരിക്കുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു അക്ബർ. നമുക്കിത് കേട്ടുകേൾവിയും പോലും ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അള്ളാഹു ആർക്ക് കരാർ കൊടുക്കാൻ? അള്ളാന്റെ അള്ളാഹ് കരാർ കൊടുക്കാൻ.
ഈ ഷഹീദ് അല്ലാ എന്ന് പറഞ്ഞാൽ ആരോട് ഷഹാദ? നമ്മൾ അള്ളാഹിനോട്, അള്ളാഹിനോടോ? അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? അടിമകളോട്, ഈ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും ഭൂമിയിൽ ജീവിക്കുന്ന സകല ജാതി മനുഷ്യരോടും കൊടുക്കുന്ന ഉറപ്പാണ്, അള്ളാന്റെ വായ്തയാണ്, അള്ളാഹുവിന്റെ കരാറാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാനുണ്ട്. ഞാനല്ലാതെ വേറെ ആരെയും ഞാൻ ഇത് ഏൽപ്പിച്ചിട്ടില്ല. ഒരു ബീവിയെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ബാവയെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ശൈഖിനെയോ വലിയനെയോ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരു നബിയെയോ റസൂലിനെയോ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ജിന്നിനെയോ മലക്കിനെയോ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഷഹീദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. നിങ്ങളെ മുഴുവൻ കാര്യവും, നിങ്ങളെ എല്ലാ കാര്യവും നേർക്ക് നേരെ നടത്താൻ ഞാൻ ഏറ്റു ആ കാര്യം. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഏറ്റു എൻ്റെ അടിമകളുടെ കാര്യം, നിങ്ങളെ ഭക്ഷണത്തിന്റെ കാര്യം, നിങ്ങളെ വെള്ളത്തിന്റെ കാര്യം. നിങ്ങൾക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും, നിങ്ങളെ ജാതി ഞാൻ നോക്കുന്നില്ല, നിങ്ങളെ മതം ഞാൻ നോക്കുന്നില്ല, നിങ്ങളെ വിശ്വാസം ഞാൻ നോക്കുന്നില്ല. ആ രീതിയിൽ നിങ്ങളെ ആവശ്യം ഞാൻ പൂർത്തിയാക്കി തരാം. അത് ഞാൻ ഏറ്റ കാര്യമാണ്. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നിങ്ങൾ എന്നോടും ചില കരാറിൽ ഏർപ്പെടണം. ഇങ്ങോട്ടുള്ള കരാർ പൂർത്തിയായല്ലോ, ഇനി അങ്ങോട്ടൊരു കരാർ കൊടുക്കണം. ചിലർ കരാറിൽ ഏർപ്പെട്ടു, ചിലർ കരാറിന് ഏർപ്പെടാൻ തയ്യാറായില്ല. അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവർ, അവർക്കാണ് നാം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. കരാറിൽ ഏർപ്പെടാൻ കൂട്ടാക്കാത്തവർ, അവർക്കാണ് നാം അമുസ്ലിം എന്ന് പറയുന്നത്, ഗൈറു മുസ്ലിം എന്ന് പറയുന്നത്. എന്താണ് കരാർ? സൗഭാഗ്യം ലഭിച്ചവർ കരാർ കൊടുത്തു അല്ലാഹ്ക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളി മുനാരത്തിൽ നിന്ന് കേൾക്കുന്ന ഷഹാദ, ഇമാമിൽ നിന്ന് കേൾക്കുന്ന ഷഹാദ, മൗമൂമിൽ നിന്ന് കേൾക്കുന്ന ഷഹാദ, സാധാരണക്കാരിൽ നിന്ന് കേൾക്കുന്ന ഷഹാദ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും കേൾക്കുന്ന ഷഹാദ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ നമ്മൾ അങ്ങോട്ട് കൊടുത്ത കരാറാണ്. എന്താണ് അർത്ഥം? അഷ്ഹദു, അല്ലാഹുവേ ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം. അല്ലാഹുവേ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. അല്ലാഹുവേ ഞാൻ നീയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. എന്ത് കരാർ? അൻ, തീർച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് തന്നെ നോവുകൾ ഉണ്ടായാലും, അല്ലാഹുവേ നീയല്ലാത്തൊരു ശക്തി, നീയല്ലാത്തൊരു വ്യക്തി, നീയല്ലാത്തൊരു ബീവി ബാവ, നീയല്ലാത്തൊരു ശൈഖ് വലിയ, നീയല്ലാത്തൊരു നബി റസൂൽ, നീയല്ലാത്തൊരു ജിന്ന് മലക്ക്, എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ അവരെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാൻ എൻ്റെ തല കുനിക്കുന്നത് നിന്റെ മുമ്പിൽ മാത്രം, ഞാൻ രണ്ട് കൈ നീട്ടുന്നത് നിന്റെ മുമ്പിൽ മാത്രം, ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുന്നത് നിനക്ക് മാത്രം, മൃഗത്തെ അറുക്കുന്നത് നിനക്ക് മാത്രം, തവക്കുൽ നിന്നിൽ മാത്രം, ഖൗഫ് റജാൽ നിന്നിൽ മാത്രം. അഷ്ഹദു, ഇന്നു മുതൽ ഞാൻ അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഫലസ്തീൻ തൊട്ട് മംഗലാപുരം വരെയുള്ള മുസ്ലിം ഉമ്മ നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 350 കോടി മുസ്ലിമീങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്കണം, എത്ര പേർക്ക് ഈ കരാറ് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേര് ഈ കരാറ് ലംഘിച്ചു എന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴാണ് ഷഹാദത്തിന്റെ വലിമയും പൊലിമയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മുസ്ലിം ലോകത്തിന് എത്ര പേർക്ക്, എത്ര ഉലമാക്കൾക്ക് സാധിച്ചു ഈ കരാറ് പാലിക്കാൻ? എത്ര ഉമറാക്കൾക്ക് സാധിച്ചു ഈ കരാറ് പാലിക്കാൻ? ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം ബഹുജനം നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്കണം, അള്ളാഹ് കൊടുത്ത ഈ കരാറ് പൂർണ്ണമാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അലി റളിയല്ലാഹു തആല അൻഹു മുതൽ മമ്പർത്ത തങ്ങൾ വരെ 30,000-ഓളം വരുന്ന ജാറങ്ങളെ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കിയവരാണ് നാം. ജാറങ്ങൾ ഷഹാദത്തിനെ ബാത്തിലാക്കാനുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്തിനെ. രണ്ടാമത്തെ ഷഹാദ വാശഹദു, ഇനിയും ഞാൻ ജീവിച്ചു തെളിയിക്കും അല്ലാഹുവേ, അന്ന മുഹമ്മദൻ, അബ്ദുല്ലാന്റെ ആമിനാന്റെ പൊന്നുമോൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദ്, ഖുറൈശി തറവാട്ടിലെ പൊൻതിരി മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്, ഞാൻ ജീവിച്ച് തെളിയിക്കും. നാം കൊടുത്ത ഉറപ്പതാണ്. 2 ഉറപ്പാണ് നാം അള്ളാഹ് കൊടുത്തിരിക്കുന്നത്.
5 നേരത്തെ നിസ്കാരത്തിൽ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, 5 നേരത്തെ ബാങ്കിലും നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, എന്റെ ദൈനംദിന ജീവിതത്തിൽ അള്ളാനെ അല്ലാതെ ഞാൻ ഇടപെടിപ്പിക്കൂല, അഷ്ഹദു, ഞാനത് ജീവിച്ച് തെളിയിക്കും. എന്റെ ദൈനംദിന ജീവിതത്തിൽ മുഹമ്മദ് മുസ്തഫാനെ അല്ലാതെ ഒരു ശൈഖിനെയോ ഒരു മൗലാനയെയോ ഒരു ശൈഖുനാനെയോ ഒരു ഇമാമിനെയോ എന്തെങ്കിലും തരത്തിലൊരു യോഗ്യതയുള്ള ബീവി ബാവയെയോ നായകനായിട്ട് ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ് കൊടുത്ത ഉറപ്പ് മുഹമ്മദ് അള്ളാന്റെ റസൂലാണെന്ന് ഞാൻ ജീവിച്ചു തെളിയിക്കുമെന്ന. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അല്ലാത്തൊരാള് എങ്ങനെ ജീവിക്കുമെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. മുഹമ്മദ് മുസ്തഫ അത് ജീവിച്ചു തെളിയിക്കേണ്ട ഉത്തരവാദിത്തമേ എനിക്കുള്ളൂ. ഇതാണ് 2 കരാർ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഷഹാദത്തു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് രണ്ടും പൊളിഞ്ഞാൽ ഇസ്ലാം പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 1200 കൊല്ലമായിട്ട് ഈ ഷഹാദത്തിനെ പറ്റി നമ്മുടെ മദ്രസകളിലോ നമ്മുടെ പാഠ്യപദ്ധതികളിലോ ചർച്ച വരാതെ പോയത്. 100 ഏതാണ്ട് 100 കൊല്ലത്തിന് ഇപ്പുറത്താണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നേരത്തെ ഉള്ള 3 തലമുറ പൂർവീകർ, അവർക്കാണ് നാം സലഫുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ കാലഘട്ടക്കാർ, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം എന്റേതാണ്, പിന്നെ അതിൻ്റെ അടുത്ത തലമുറയാണ്, പിന്നെ അതിൻ്റെ അടുത്ത തലമുറയാണ്. ഇവരെയാണ് നാം സലഫുസ്സാലിഹുകൾ എന്ന് പറയുന്നത്. അവരാണ് നാം പൂർണ്ണമായി പിൻപറ്റേണ്ടവർ. അവർ ഷഹാദത്ത് ജീവിച്ചു തെളിയിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ജീവിച്ചു തെളിയിച്ചവരാണ്. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ ജീവിച്ചു തെളിയിച്ചവരാണ്. അതെ, അലി തരീഖത്ത് ശീഇയ്യത്തുണ്ടായ നാളെ മുതലാണ് ആ ഷഹാദത്ത് ദുർബലമാകാൻ തുടങ്ങിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം ജാറങ്ങൾ വന്നു, മുഹമ്മദുർ റസൂലിന് പകരം തരീഖത്തുകളും ശൈഖുകളും വന്നു. അതിപ്പോഴും തുടരുകയാണ്. അത് 1200 കൊല്ലം അങ്ങനെ പച്ചയായി നിന്ന ആ ദുരാചാരത്തിനെതിരിൽ സലഫിയത്ത് ബോധ്യപ്പെട്ട പണ്ഡിത ശിരോമണികൾ രംഗത്ത് വന്നപ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെടുക എന്നതാണ്. ഒന്നാമത്തെ കാര്യമായ ഷഹാദ. എന്തിന് വേറെ പള്ളി ഉണ്ടാക്കേണ്ടി വന്നു? എന്തിന് ഇതേപോലത്തെ സ്റ്റേജുകൾ ഉണ്ടാക്കേണ്ടി വന്നു? നിസ്കാര കാര്യം പറയാൻ ഇഷ്ടം പോലെ സംവിധാനമുണ്ട്, നോമ്പിന്റെ കാര്യം പറയാൻ സംവിധാനമുണ്ട്, ഹജ്ജിന്റെ കാര്യം പറയാൻ ഹജ്ജ് ക്ലാസ് ഉണ്ട്, സക്കാത്തിന്റെ കാര്യം പറയാൻ സക്കാത്ത് ക്ലാസ് ഉണ്ട്, ദിക്റിന്റെ കാര്യം പറയാൻ ദിക്ർ ഹൽക്കയുണ്ട്, സലാത്തിന്റെ കാര്യം പറയാൻ സലാത്ത് ഹൽക്കയുണ്ട്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം അതിന്റെ നെടുന്തൂണായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള ഷഹാദ പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാൻ ആളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറയാൻ ആളില്ല. മുഹമ്മദുർ റസൂലിലേക്ക് സലാത്ത് ചൊല്ലാൻ ആളുണ്ട്, മുഹമ്മദ് റിസാലത്തിന്റെ ഷഹാദത്ത് പറയാൻ സംവിധാനമില്ല. ആ സംവിധാനമാണ് നാം ചെയ്യുന്നത്. ഒരു പുതിയ പരിപാടിയല്ല, ഒരു പുതിയ ഏർപ്പാടല്ല, ഒരു പുതിയ സംവിധാനമല്ല. നിലവിലുള്ള സംവിധാനത്തിൽ ഈ പോരായ്മ നികത്തുക എന്ന ഒരു പൊതു ഉത്തരവാദിത്തം മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ എന്തിനാണ് സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ ഈ സമൂഹത്തിനെതിരായിട്ട് തിരിച്ചുവിടുന്നത്? നിയമപാലകർ എന്തിനാണ് ഈ സമൂഹത്തിനെതിരായിട്ട് കാര്യങ്ങൾ നീക്കുന്നത്? എന്തിനാണ് ഉമറാക്കളും ഉലമാക്കളും ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്കെതിരായിട്ട് ശബ്ദിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മിമ്പറിൽ വെച്ച് പറയേണ്ട കാര്യമല്ലേ ഇത്? നിങ്ങളെ മെഹ്റാബിൽ വെച്ച് കാര്യം ചെയ്യേണ്ട കാര്യമല്ലേ ഇത്? നിങ്ങളോ പറയുന്നില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇഷ്ടം പോലെ പറയുന്നു. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അറിയാത്ത ഒരുത്തനും നിങ്ങളെ മഹല്ലത്തിലില്ല. സക്കാത്തിന്റെ ഷർത്തും ഫർളും അറിയാത്ത ഒരുത്തനും ഇല്ല. ഹജ്ജിന്റെ ഷർത്തും ഫർളും അറിയാത്തൊരുത്തനില്ല. നോമ്പിന്റെ ഷർത്തും ഫർളും അറിയാത്തൊരുത്തനില്ല. പക്ഷെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിന്റെ ഷർത്തും ഫർളും അത് ഈ പ്രസംഗിക്കുന്ന ഈ ഇമാമ് നിൽക്കുന്ന ഇമാമിന് പോലും ചിലപ്പോൾ തിരിഞ്ഞോളണമെന്നില്ല. അവരെ കുറ്റം പറയുന്നില്ല നാം. 1200 കൊല്ലമായിട്ട് ആ ചർച്ച ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഉസ്താദ്മാർക്ക് എവിടുന്ന് കിട്ടാനാണ്? അതുകൊണ്ട് നാം പറയുന്നു, മഹല്ല് ജമാഅത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളോടും ഉലമാക്കളോടും ഉമറാക്കളോടും നാം വ്യക്തമായി പറയുന്നു, പുതിയ നൂറ്റാണ്ടിൽ ഉമ്മത്തിന് ഏൽക്കേണ്ടി വരുന്ന സകലതാര ദുരന്തത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ. അതെന്താണ് പരിഹാരം? അള്ളാഹ്ക്ക് കൊടുത്ത കരാർ നാം പാലിക്കുക. അള്ളാഹുമായിട്ട് നാം ഏർപ്പെട്ട ആ ഉറപ്പ് നാം അള്ളാഹ്ക്ക് പാലിച്ചു കൊടുക്കുക. അള്ളാഹ്ക്ക് നാം കൊടുത്ത ഉറപ്പ് എന്താണ്? ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഏതിനെയും എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ, എൻ്റെ അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ കുമ്പിടുള്ളൂ, എൻ്റെ അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ നേർച്ചകൾ നടത്തുള്ളൂ, എൻ്റെ അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ മൃഗത്തെ അറുക്കുള്ളൂ. ഇതാണ് ഷഹാദത്തിലേക്കുള്ള മടക്കം.
രണ്ടാമത്തെ ഷഹാദ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വ്യത്യസ്തങ്ങളായ തരീഖത്തുകൾ, വ്യത്യസ്തങ്ങളായ ശൈഖുകൾ, വ്യത്യസ്തമായ മൗലാനമാർ, വ്യത്യസ്തങ്ങളായ ശൈഖുനമാർ, അങ്ങനെ സമൂഹം വ്യത്യസ്ത നേതൃത്വത്തിന്റെ ചോട്ടിൽ കീടങ്ങളായി കഴിയുകയാണ്. അത് തിരുത്തുക, എന്നിട്ട് അല്ലാഹ് കൊടുത്ത ഉറപ്പ് പാലിക്കുക. എന്താണ് ഉറപ്പ്? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ നായകനായി ഒരാളെ മാത്രമേ പരിഗണിക്കുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. എന്തുകൊണ്ട്? മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്, അല്ലാത്തവർ അള്ളാന്റെ ആരുമല്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇൽമിൽ വലിയ വലിയ ബറക്കത്തുകൾ അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അള്ളാഹു തരുന്ന ഇൽമനുസരിച്ച് വലിയ 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 അമലുകൾ ചെയ്ത് അള്ളാന്റെ സ്വന്തമാകാൻ, ആ സ്വന്തമാകുന്നതിന് മുഹമ്മദി റിസാലത്തിനെ രാജപാതയായി പരിഗണിച്ച് ദൈനംദിന ജീവിതത്തിൽ A-Z ഇത്തിബാഴ് ചെയ്യാൻ, അനുസരിക്കാൻ മാത്രമല്ല അനുകരിക്കാനും എന്താണോ വേണ്ടത് അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നാം മഹല്ലുവാസികളോട്, ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട്, ഉലമാക്കളോട്, ഉമറാക്കളോട് നാം ആവശ്യപ്പെടുന്ന വിനീതമായൊരു അപേക്ഷയാണിത്. നാം അള്ളാഹ് കൊടുത്ത കരാറിലേക്ക് നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോകാം, നമുക്കൊന്നിച്ചിരുന്ന് ആലോചിക്കാം. ഈ ഉമ്മത്തിന് വന്ന ഈ കരാറ് ലംഘനത്തിന്റെ ദുരിതം ഉമ്മത്തിനെ മൊത്തത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ എന്താണോ ഒന്നിച്ചിരുന്ന് സാധിക്കുക, അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം.